ഉണ്ടാക്കല് ഡീറ്റെയിൽ വീഡിയോ തുടങ്ങാം. എന്താന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ നെതറിൽ പോയിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന്. അതായത് ഫാം ഉണ്ടാക്കാൻ, പൂൾ ഫാം. ഇവന്മാരെ വെച്ചിട്ട് കുറച്ച് ഫാം. അപ്പൊ അതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ കുറച്ച് ഗ്ലാസ് എടുക്കണം. ഗ്ലാസും പ്രധാനവും. രണ്ടാമത്തെ ഇത് ഒരെണ്ണം മതിയേ, അതങ്ങനെ എടുത്തപ്പോ. പിന്നെ രണ്ടാമത്തത് ഇവിടെ ഉണ്ടായില്ല, ഇവിടെയാണ്. നമ്മുടെ സ്റ്റോൺ. പിന്നെ സംവിധാനം ഓട്ടോമാറ്റിക് ആണ് വന്നോള്. പിന്നെ കുറച്ച് അമ്പ്, പിന്നെ ഒരു ചെസ്റ്റ്, ഉണ്ടാവും. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊളിച്ചെടുക്കാം ഈ ചെസ്റ്റ്. പിന്നെ ഞാനൊന്ന് മരം വെട്ടിട്ട് വരാം, എന്നാലേ ശരിയാവുള്ളൂ. മരം വെട്ടിയിട്ട് വരാം. 5 മരം വെട്ടി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഫ്രണ്ട്സ്. ചെസ്റ്റ്, പിന്നെ സാധനം കൂടി ഉണ്ടാക്കണം. ഈ കോപ്പർ അങ്ങോട്ട് ഉണ്ടാക്കിയാലേ റെഡി ആവുള്ളൂ. ഇതൊന്ന് ഒരു ചെസ്റ്റ് ഒരു മറ്റേ ഉണ്ടാക്കല കേട്ടാ. അതായത് ഒരു ചെസ്റ്റ്, പിന്നെ അതുണ്ടാക്കാൻ അയം വേണം. അപ്പൊ 2 ചെസ്റ്റ് വേണം. 2 ചെസ്റ്റ്, പിന്നെ 4 അയൺ എന്ന് പറയുന്നത് മൊത്തം അങ്ങോട്ട് വന്നിട്ടുണ്ട്. 4 അയൺ. ഇത്തരം സാധനങ്ങളാണ് വേണ്ടത്. ബാക്കിയൊക്കെ ഓടിക്കട്ടെ. പിന്നെ രണ്ടാമത്തത് ഇതുണ്ടാക്കണം. അത് നമ്മുടെ കയ്യിൽ ഉണ്ടായില്ല. ഓനോട് പോയി കളഞ്ഞ. അതേ ഇരിക്കുന്നു. ഇതൊക്കെ ഇന്നലെ നെതറിൽ പോയി കൊണ്ടുവന്ന സാധനങ്ങളാ. ഒരു സ്റ്റോണും കൂടി വേണം. 2 സ്റ്റോണും മതി. അപ്പൊ 4 സ്റ്റോണൊക്കെ എടുത്താ നന്നായി. ഞാൻ അവള് കുഴിയൊക്കെ കുഴിച്ച് വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഡേറ്റ് എടുക്കാൻ വേണ്ടി കയറിയാണ്. ആ ഡേറ്റ് എന്നിട്ട് നടുക്ക് വെച്ച് കൊടുക്കാം. കോപ്പർ ഉണ്ടെങ്കിൽ ഇങ്ങനെയായിട്ടും വെച്ച് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ കിട്ടിയില്ലേ. ഇതിന്റെ മേളിൽ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതും വെച്ച് കൊടുക്കാം. അപ്പൊ ഇതുപോലെ ഇങ്ങനെ ആയിട്ട് കിട്ടും. ഇതൊന്ന് കളയാം. ഈ പേട്ട സാധനം ഒന്ന് കളഞ്ഞിട്ട് കാണിച്ചു തരാം. നേരെ അതിന്റെ സാധനം ഇതിനകത്ത് കാണും. എന്നിട്ട് നമുക്ക് ഇപ്പൊ ഇതിനെ പിടിച്ചോക്കട്ടെ, അല്ലെങ്കിൽ അത് പറഞ്ഞു അത് പോകത്. ആയിട്ടുള്ള സാധനം ഇതാക്കണം. ഇങ്ങനെയാണെന്നോ. എന്നിട്ട് ചെയ്യേണ്ടത് വെച്ചാല് ഇവിടെ തൊട്ട് മുമ്പിൽ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മ ഇങ്ങനെ വരും പെട്ടെന്ന് ഇങ്ങനെയാലും വെക്കുമ്പോ. അപ്പൊ ചിലപ്പോ ഡിസ്പെൻസർ വലിച്ചെടുക്കാം. ഈ പ്രശ്നം വന്നു. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ ഒന്നുകൂടി ചെയ്യേണ്ടി വരും കേട്ടോ. ഒരു മിനിറ്റ്. എൻ്റെ ഒരു ചെറിയ മണ്ടത്തരം കാരണമാണ് സംഭവിച്ചത്. അങ്ങനെ വീണ്ടും നാട്ടിലോട്ട് ഒന്ന് പോവാം.
ആ അത് പൊക്കോളും. നേരത്തെ ഇതിന്റെ ഉള്ളിൽ അവൻ വീണ്. അവന്റെ പേര് ഞാൻ പറഞ്ഞല്ലോ. പേരെന്തായാലും ഇടണം. കാർഡ് കിട്ടണേ നല്ലതാണ്. മറ്റേ ഒരു കറക്റ്റ് ആയിട്ടൊരു ഡയറക്ഷനില് അതിപ്പോ കിട്ടിയിട്ടുണ്ടായി. പൊളിക്കാൻ പറ്റില്ലായിരുന്നു. ആ പൊളിച്ചു. അതുണ്ടാവോ അതെങ്ങാടെ തിരിച്ചും കടന്നു. അപ്പൊ ഈ സൈഡില്ലേ ഇതൊന്ന് ഫില്ല് ചെയ്ത് മേലോട്ട് പോട്ടെ. ആ അപ്പൊ ഇത് ഓക്കെ. ഇതിങ്ങനെ ഒന്ന് അടച്ചു കൊടുക്കുക കേട്ടാ. അപ്പൊ ഇതിവിടെ ഒരു വട വരും. ഇതിങ്ങനെ അറിയാം വെള്ളം ഇങ്ങനെ അത് ഇവിടെ വട വരും. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ വെച്ചാൽ മതി. അതായത് ഇവിടെ വട ഇങ്ങനെ വരൂലേ. അടുത്ത ലാസ്റ്റ് ഇതിന്റെ മേളിൽ ഇത് വെക്കാം. പോയി എന്നിട്ട് 4 വശത്ത് ഇങ്ങനെ അടക്കാം. മേളിലും റൂഫൊക്കെ ഒന്ന് അടക്കാം. ഇവിടേക്ക് ഒന്ന് അടക്കണം. പക്ഷെ അതിന് ക്ലാസ് ഇല്ല, തീർന്നു പോയി. ക്ലാസ് ഇതേ ഇവിടെ നിന്ന് തൊട്ടടുത്ത് നിന്ന് അവിടെ ഒരു സ്ഥലം ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ നിന്ന് എടുക്കാം. അത് ഇവിടെ നിന്ന് എടുക്കാം. എന്നിട്ട് ജസ്റ്റ് മേലോട്ടൊന്ന് വെച്ചെടുക്കാം. ഫിനിഷ്. ആ എന്നിട്ട് ഇതില്ലേ ഇതിന്റെ മേളിലും ക്ലാസ്. പക്ഷെ അതിനേക്കാളും മുമ്പ് ക്ലാസ് ഉണ്ടാക്കാൻ പോണം. ഒന്ന് ചൂടാക്കിയിട്ട് ക്ലാസ് ആക്കിയിട്ട് വരാം. പിന്നെ ഒരു റെസ്റ്റോൺ അതും എടുത്തോണ്ട് വരണം. പിന്നെ ഷീപ്പിനെയും എടുക്കണം. അവിടെ ഒക്കെ എടുത്തോട്ട് വരാം. കാണിച്ചുതരാം. രാവിലെ തന്നെ അന്ന് നമ്മ വന്നപ്പോ തന്നെ രാത്രിയായി പോയി. ഇനിയപ്പ ഇവനെയും കൊണ്ട് പോണം. ഇവനെ ഇങ്ങനെ ചെയ്യില്ല. അതുപോലെ ഇങ്ങനെ ഇവനെയും കൊണ്ടുപോകണം. ഇവനെയും കൊണ്ടുപോവാ. ഇവനെയും കൊണ്ടുപോവാ വേഗം എത്താൻ വേണ്ടി. എന്നിട്ട് പിന്നെ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറയണം. അവന്റെ ഇങ്ങനത്തെ ഒരു കാര്യമാണ്. ഇവനൊന്ന് ഒരു മിനിറ്റ് വീട്ടിൽ നിന്ന് കുറച്ച് ബ്ലോക്ക് എടുത്തിട്ട് തരാം. നിക്കട്ടാടാ അവിടെ. അവനവിടെ എടുക്കും. പക്ഷെ കുറച്ച് പുല്ല് അതൊക്കെ വെച്ചാൽ മതി. ഇതൊക്കെ കൈ പിടിച്ചിങ്ങനെ പോയാലേ ആ ഷീപ്പ് എന്തായാലും വരും. അവനുണ്ട് പറയാം. ഷീപ്പ് അവനുണ്ട്. ആ എന്നിട്ട് ഇവനെ ഇവിടെ കെട്ടിയിടാ. ഇവനൊന്ന് അയക്ക. എന്നിട്ട് ഇവനൊന്ന് കെട്ടിയിടാ. ഇവനൊന്ന് വിളിക്ക. അത്രേ ഉള്ളു പരിപാടി. എന്നിട്ട് ഇതിന്റെ മേളിൽ ഇത് വെക്കാം. ഇവിടെ ഒരു റെസ്റ്റോറന്റ് വെക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് വെച്ചുകൊടുക്കുക. ഷീപ്പിനെ കണ്ടെത്താ. ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കുക. ഇതിന്റെ മേലിലോട്ട് പട്ടിച്ചേക്ക് ഷീപ്പ് ഒന്ന് കേറാൻ വേണ്ടി. കണ്ടൂടെ നടവാ. എന്റെ മേളിൽ കേറ്. ഉള്ളിലേക്ക് വീഴ്. നീ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഇട്ട് നോക്കാം. വർക്കിംഗ് ആയെങ്കിൽ ഇതിന്റെ ഉള്ളിൽ വലിച്ചെടുത്ത് എടാ ഇവന്മാരെ ഒരുമാതിരി സ്വഭാവമാണ്. അഞ്ഞോന്നോളൂ. വാടമോനെ വാട ഷീപ്പേ. ഇതിനുള്ളി വാ. കുറച്ചും കൂടി മുമ്പിൽ.
ആ വന്നോളൂ വന്നോളൂ. പയ്യെ പയ്യെ തട്ടിട, പയ്യെ തട്ടിട. വീഴ് വീഴ്. നീ എന്താടാ വീഴാത്ത? നിനക്ക് എന്താടാ ഒരു എല്ല് കൂടുതലാന്ന് അറിയണ്ടേ? നീ എന്താടാ വീഴാത്ത? ആ ഇപ്പൊ സെറ്റ്. ചെക്കൻ വീഴാനേ കുറച്ച് പ്രയാസം. ഇത് കണ്ടിങ് ആയില്ലേ? കണ്ടിട്ടായില്ലടാ. ഇല്ലേ ഇങ്ങാടൊന്ന് ഒരെണ്ണം കൂടെ കൊടുക്കണം. അതും കൂടെ കൊടുത്തിട്ട് തന്നെ അങ്ങനെ എന്തോ ഇവിടെ എന്തായാലും ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എന്തായാലും അടക്കാൻ പറ്റില്ല. നമ്മുടെ വഴി ആവാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. പുല്ല് പെട്ടെന്നാവും. ഫാം വർക്കിംഗ് ആണ്. അതിന്റെ സ്റ്റോൺ ഒന്ന് പൊട്ടിച്ചേരുണ്ട്. എനിക്ക് കാണിച്ചുതരാൻ വേണ്ടി മാത്രം കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇതൊന്നും എടുക്കട്ടെ. ഈ 2 ബ്ലോക്ക് ഞാൻ കളഞ്ഞ ബ്ലോക്കാണ്. ഇവിടെ വെച്ചെടുക്കാം. മുന്നിൽ ചെന്നിട്ട് ഇവിടെ കൊടുത്ത് കഴിഞ്ഞിട്ട് റെഡിയാകും. ചിലപ്പോൾ റെഡിയാവും കേട്ടോ. ഒന്നും കൂടി വേണം. ഒരെണ്ണം കൂടി വേണം. ആരാടെ പിന്നെ കുറ്റാണ് വെക്കണേ. വെള്ള ബോട്ട് കൊടുത്ത പൈസ കിട്ടും പറയണത്. ഇത് അങ്ങനല്ല. തന്നെയാ. അത്ര വെയിറ്റ് ചെയ്ത് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. പുല്ല് വന്നിട്ടുണ്ട്. 2 മിനിറ്റ് കഴിയുമ്പോൾ ഇവന്മാര് വന്നിട്ട് നിന്നോളും. അവിടെ പച്ചപ്പ് വന്നിട്ടുണ്ട്. പുള്ളിക്കാരന്റെ ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പൊ തന്നെ വരും. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോ ചെക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതേ കണ്ട. ഇത് ഞാൻ ഈ സ്റ്റോൺ ഒന്ന് വെച്ചു കൊടുത്താ റെഡി ആയി. കണ്ട ഫാം വർക്കിംഗ് ആണ്. നന്നായിട്ട് വർക്കിംഗ് ഒക്കെയാണ്. ഞാൻ പറഞ്ഞ പോലെ വർക്കിംഗ് ആയിട്ട് ഇതിനകത്ത് വീണ്. അപ്പൊ അപ്പൊ ഇങ്ങനെ അങ്ങനത്തെ ഫാമുകളൊക്കെ ഇതിന്റെ വീഡിയോകളൊക്കെ വരും. അപ്പൊ ഇതുപോലത്തെ വീഡിയോ ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്.